അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സർവശക്തനായ കരുണാഭാരതിയായ ദൈവം തമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം ഉണ്ടായ മാസത്തിൽ പ്രവാചകൻ തിരുമേനിയെ ധാരാളമായി അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തും ഒരു ലോകത്തുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരായിരുന്നു പ്രവാചകൻ? എന്തായിരുന്നു പ്രവാചകൻ്റെ സന്ദേശം? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഈ സമയത്ത് സ്വാഭാവികമായിട്ടും കൂടുതൽ നടന്നു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവ കുലത്തിനാകമാനം മാർഗദർശിയും വഴികാട്ടിയുമായി ദൈവം തമ്പുരാനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ലോകത്തിന് മുഴുവനും അനുഗ്രഹമായും കാരുണ്യമായും നിയോഗിക്കപ്പെട്ടവനാകുന്നു താങ്കൾ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പ്രവാചകരെ, താങ്കളെ ലോകത്തിന് മുഴുവൻ കാരുണ്യമായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യ സമൂഹത്തെ വീണ്ടെടുക്കാൻ വന്ന പ്രവാചകനാണ്. മനുഷ്യ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം, മനുഷ്യ സമൂഹത്തിൻ്റെ ഭൗതികമായ പ്രശ്നങ്ങളും ആത്മീയമായ പ്രശ്നങ്ങളും ഒരുപോലെ പരിഹരിച്ച് മനുഷ്യന് ഇഹലോകത്ത് ശാന്തിയും പരലോകത്ത് സമാധാനവും നിത്യമായ മോക്ഷവും വാഗ്ദാനം ചെയ്യുക, അത് മനുഷ്യ സമൂഹത്തിന് ഉറപ്പുവരുത്തുക എന്നതാണ് പ്രവാചകന്റെ നിയോഗത്തിൻ്റെ ലക്ഷ്യം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് രൂപത്തിലാണ് മനുഷ്യ സമൂഹത്തെ വീണ്ടെടുത്തത് എന്ന് ചരിത്രം പഠിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യർ വഴിയറിയാതെ അന്ധവിശ്വാസങ്ങളിൽ, അനാചാരങ്ങളിൽ, അനീതിയിൽ, അക്രമത്തിൽ മനുഷ്യ സമൂഹം കഴിഞ്ഞുകൂടിയിരുന്ന കാലമാണ്. ആത്മീയമായും ഭൗതികമായും മനുഷ്യർ അധപ്പതിച്ചിരുന്ന കാലഘട്ടത്തിലും ലോകത്തിലുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രക്ഷകനായി, ഒരു വിമോചകനായിട്ട് അവിടെ നിയോഗിക്കപ്പെടുന്നത്. ആത്മീയമായ ദാരിദ്ര്യത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുത്തു പ്രവാചകൻ. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തരാക്കി, അനാചാരങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിച്ചു. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ ഏകനായ തമ്പുരാന്റെ സാക്ഷാൽ യഥാർത്ഥ അടിമകളായി ജീവിക്കുവാൻ മനുഷ്യരെ പ്രാപ്തരാക്കി. അവരെ ആത്മീയ തലങ്ങളിലേക്ക് ഉയർത്തി, വളർത്തി. ആ കാര്യം നമുക്ക് വളരെ കൃത്യമായി, വ്യക്തമായി ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ മനുഷ്യ സമൂഹം അനുഭവിച്ചിരുന്ന ഭൗതിക പ്രശ്നങ്ങളും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഹരിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഭൗതിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്? അടിസ്ഥാനപരമായി മനുഷ്യരുടെ പ്രശ്നങ്ങൾ, അവൻ പട്ടിണി, ദാരിദ്ര്യം, ഉച്ചനീചത്വങ്ങൾ, അസമത്വം, അവഗണന, അനീതി, ഇതൊക്കെയാണ് മനുഷ്യ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യരെ വീണ്ടെടുക്കുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം. വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്റെ നിയോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറ അൽ-അറാഫിൽ കാണാം. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. ഈ പ്രവാചകൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹരായിത്തീരുന്ന ആളുകൾ ഈ പ്രവാചകനെ പിൻപറ്റുന്നവരാണ്. ഏതാണ് ഈ പ്രവാചകൻ? എന്താണ് ഈ പ്രവാചകന്റെ പ്രത്യേകത? അല്ലദീന യത്തബിഊന റസൂൽ അൽ ഉമ്മിയ,
അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ, നിരക്ഷരനായ പ്രവാചകനെ ഇവർ പിൻപറ്റുന്നു. അതേ പ്രവാചകൻ നിരക്ഷരനായിരുന്നു. എഴുതാനും വായിക്കാനും അറിയാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത സമൂഹത്തിൽ അക്ഷരാഭ്യാസമില്ലാത്ത ഒരാളെ ജീവിച്ച ആളായിരുന്നു. ആ പ്രവാചകനാണ് പിന്നെ ലോകത്ത് മനോഹരമായ അത്ഭുതകരമായ സാഹിത്യ സൃഷ്ടിയെപ്പോലും വെല്ലുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനുമായി വന്നത്. അത് പ്രവാചകൻ്റേതായിരുന്നില്ല, പ്രവാചകന് ദിവ്യ വെളിപാട് നൽകപ്പെട്ടതായിരുന്നു. നിരക്ഷരനായിരുന്നു പ്രവാചകൻ. നിരക്ഷരനായ പ്രവാചകനെ അവർ പിൻപറ്റുന്നു. ആ പ്രവാചകൻ മക്തൂമ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ, പൂർവ്വവേദങ്ങളിലൊക്കെ പ്രവചിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ്. തൗറാത്തിലും ഇൻജീലിലും, അഥവാ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ പ്രവചിക്കപ്പെട്ടിട്ടുള്ള വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു രക്ഷകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു വീണ്ടെടുപ്പുകാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ രക്ഷകനും വിമോചകനുമായിട്ടാണ് ഈ വന്ന പ്രവാചകൻ. ആ പ്രവാചകനെയാണ് ഇവർ പിൻപറ്റുന്നത്. ആ പ്രവാചകൻ എന്ത് ചെയ്യുന്നു? യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നു. എല്ലാ നന്മകളും കൽപ്പിക്കുകയും സമൂഹത്തെ പഠിപ്പിക്കുകയും എല്ലാ തിന്മകളിൽ നിന്നും സമൂഹത്തെ വിലക്കുകയും ചെയ്യുന്നു. അതാണ് പ്രവാചകന്റെ ദൗത്യം. വയുഹല്ലു ലഹുമു ത്വയ്യിബാത്തി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. ആ പ്രവാചകൻ നിഷിദ്ധങ്ങളെ, മ്ലേച്ഛതകളെ അവർക്ക് നിഷിദ്ധമാക്കുന്നു. വൃത്തികേടുകളെ, വ്യക്തിയെ നശിപ്പിക്കുന്ന, സമൂഹത്തെ നശിപ്പിക്കുന്ന, ദുഷിപ്പിക്കുന്ന, അവരുടെ ജീവിതം തകർക്കുന്ന എല്ലാ വൃത്തികേടുകളും, എല്ലാ തരത്തിലുമുള്ള മ്ലേച്ഛതകളും സമൂഹത്തിന് നിഷിദ്ധമാക്കുന്ന, അവരെ അതിൽ നിന്ന് അകറ്റി നിർത്തുന്ന, രക്ഷപ്പെടുത്തുന്ന പ്രവാചകനാണ്. അതുപോലെ തന്നെ എല്ലാ നന്മകളും അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന പ്രവാചകനാണ്. എല്ലാ നല്ലതും മനുഷ്യ സമൂഹത്തിന് ജീവിതത്തിൽ പുരോഗതിക്ക് ആവശ്യമായ, അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ, അവരുടെ നന്മയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കുന്ന പ്രവാചകനാണ്. അപ്പം എല്ലാ നന്മകളെയും നല്ലതിനെയും അനുവദിക്കുകയും എല്ലാ മ്ലേച്ഛതകളെയും വൃത്തികേടുകളെയും നിഷിദ്ധമാക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തെ ശുദ്ധീകരിക്കുകയാണ് പ്രവാചകൻ. അതാണ് ഇവർ പിൻപറ്റുന്ന പ്രവാചകൻ. പിന്നെ ആ പ്രവാചകൻ എന്ത് ചെയ്യുന്നു? അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു. മനുഷ്യ സമൂഹത്തിൻ്റെ ചുമലിൽ, അവൻ്റെ തലയിൽ, അവൻ്റെ മുതുകിൽ അവൻ വഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത ഭാരങ്ങൾ, പലതരത്തിലുള്ള ഭാരങ്ങൾ, സമൂഹം കെട്ടിവെച്ച ഭാരങ്ങൾ, ജീവിതത്തിൽ വന്നു ചേരുന്ന ഭാരങ്ങൾ, പ്രാരാബ്ധത്തിൻ്റെ ഭാരങ്ങൾ, ദാരിദ്ര്യത്തിൻ്റെ, പട്ടിണിയുടെ, ദുരിതത്തിൻ്റെ ഭാരങ്ങൾ, എല്ലാതരം ഭാരങ്ങളും മനുഷ്യ സമൂഹത്തിൻ്റെ ഭാരം ചുമക്കുന്നവൻ്റെ ഭാരം ഇറക്കി വെക്കുന്നു പ്രവാചകൻ എന്ന്. വല്ലഗ്ലാലല്ലത്തിക്കാനത്ത് അലൈഹിം, അവരെ വരിഞ്ഞു കെട്ടിയ ചങ്ങലകളെ പ്രവാചകൻ പൊട്ടിച്ചെറിയുന്നു. പലതരത്തിലുള്ള ചങ്ങലകളിൽ നിന്നും, ചൂഷണത്തിൻ്റെ, അടിമത്തത്തിൻ്റെ, ഉച്ചനീചത്വങ്ങളുടെ, വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ, മനുഷ്യനെ വരിഞ്ഞു കെട്ടിയ അന്ധകാരത്തിൻ്റെ 100 ചങ്ങലകൾ, ആ ചങ്ങലകളിൽ നിന്ന് മനുഷ്യനെ ചങ്ങലകൾ അറുത്ത് മോചിപ്പിച്ച് രക്ഷപ്പെടുത്തി മനുഷ്യനെ വിമോചിപ്പിക്കുകയാണ് പ്രവാചകൻ. ചങ്ങല പൊട്ടിക്കുക, മനുഷ്യനെ വിമോചിപ്പിക്കുക എന്നതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പല പ്രത്യയശാസ്ത്രങ്ങളും അതിനുവേണ്ടിയാണ് രംഗത്ത് വന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുകയും അവരെ വരിഞ്ഞു കെട്ടിയ ചങ്ങലകൾ പൊട്ടിച്ചെറിയുകയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി പരിശ്രമിച്ച പല പ്രത്യയശാസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. പലതും പരാജയപ്പെട്ടു പോയി നമുക്കറിയാം. ജയിക്കാൻ പലർക്കും സാധിച്ചില്ലെന്ന് നമുക്കറിയാം. എന്നാലും മനുഷ്യർക്ക് സ്വപ്നങ്ങളുണ്ടായിരുന്നു. മനുഷ്യർ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന, അവരുടെ മുതുകിനെ ജരിക്കുന്ന ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് ആശ്വാസത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും മനുഷ്യർ ജീവിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം മനുഷ്യർക്കുണ്ടായിരുന്നു. പക്ഷേ ആ സ്വപ്നങ്ങളൊക്കെയും ഒരു നിലക്ക് തകർന്നു പോയതാണ്. പക്ഷെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ പ്രവാചകൻ, പൂർവ്വവേദങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകൻ, നിരക്ഷരനായ പ്രവാചകൻ, ആ പ്രവാചകൻ മനുഷ്യ സമൂഹത്തെ വീണ്ടെടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ്. മനുഷ്യരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, പട്ടിണിയിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ മനുഷ്യർക്കുണ്ടോ
അത്തരം ഭൗതികമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മനുഷ്യരെ രക്ഷിച്ച് അവന് ഭൂമിയിൽ സാധ്യമായിടത്തോളം സമാധാനപൂർണമായ ഒരു ജീവിതം അത് ഉറപ്പുവരുത്തുക എന്നതാണ് പ്രവാചക നിയോഗത്തിൻ്റെ ലക്ഷ്യം. അതാണ് 23 കൊല്ലക്കാലത്തെ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പ്രവാചകൻ തിരുമേനി അറേബ്യൻ ഉപദ്വീപിൽ മക്കയിലും മദീനയിലുമായിട്ട് അതാണ് ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചത്. 23 കൊല്ലക്കാലത്ത് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് 63-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുമ്പോൾ, പ്രവാചകൻ വിട പറയുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഈ പ്രവാചകന്റെ നിയോഗ ലക്ഷ്യമായി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓരോന്നോരോന്ന് പരിശോധിച്ചാൽ, വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, ഓരോന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. മനുഷ്യ സമൂഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100 അന്ധവിശ്വാസങ്ങൾക്ക് അടിപ്പെട്ട് സാക്ഷാൽ സൃഷ്ടാവിൽ നിന്ന്, തമ്പുരാനിൽ നിന്ന് അകന്ന് മറ്റേതോ ലോകത്ത് ജീവിച്ച മനുഷ്യരെ യഥാർത്ഥ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ, ആ ദൈവത്തിൻ്റെ ദാസന്മാരാക്കി മാറ്റാൻ പ്രവാചകന് സാധിച്ചു. മനുഷ്യരനുഭവിച്ചുകൊണ്ടിരുന്ന ഭൗതികമായ പ്രശ്നങ്ങളുടെ പരിഹാരം, പട്ടിണിയും ദാരിദ്ര്യവുമാണ് മനുഷ്യൻ്റെ എന്നത്തെയും വലിയൊരു പ്രശ്നം. ആ പട്ടിണിക്ക് അറുതി വരുത്തി ദാരിദ്ര്യം അവസാനിപ്പിച്ചു. സക്കാത്ത് എന്ന് പറയുന്ന മനോഹരമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഒരു മഹത്തായ സാമ്പത്തിക ക്രമം നടപ്പിലാക്കി. ഉള്ളവനിൽ നിന്ന് എടുത്ത് ഇല്ലാത്തവന് കൊടുക്കുന്ന സാമ്പത്തിക വ്യവസ്ഥ. അങ്ങനെ പട്ടിണി അവസാനിപ്പിച്ചു, ദുരിതങ്ങൾ അവസാനിപ്പിച്ചു, ചൂഷണങ്ങൾ അവസാനിപ്പിച്ചു. ചൂഷണത്തിന് വിധേയരാകുന്ന തൊഴിലാളി വർഗം, തൊഴിലാളികൾ ചൂഷണം ചെയ്യുന്നത് ക്രൂരമായ കുറ്റകൃത്യമാണെന്നും ദൈവം തമ്പുരാൻ പൊറുക്കാത്ത പാപമാണെന്നും അന്ത്യനാളിൽ ഞാൻ അവർക്ക് എതിരാണെന്നും പ്രഖ്യാപിച്ചു. തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ അവർക്ക് വിയർപ്പ് പറ്റുന്നതിന് ന്യായമായ കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ചു. ഒരു തൊഴിലാളിയെ കൊണ്ടും അവന് കഴിയാത്ത ജോലി എടുപ്പിക്കരുത്, ഭാരം വഹിപ്പിക്കരുതെന്ന് പഠിപ്പിച്ചു. അങ്ങനെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെ രക്ഷപ്പെടുത്തി. എന്നും ക്രൂരമായ ചൂഷണങ്ങൾക്കോ പീഡനങ്ങൾക്കോ ഇരയായ അവഗണിക്കപ്പെട്ട സ്ത്രീ സമൂഹത്തിന് ഏറ്റവും മാന്യവും ആദരപൂർവമായ ജീവിതം നൽകി. സ്ത്രീകൾക്ക് ജനിക്കാനും ജീവിക്കാനും അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത് പെൺകുട്ടികൾക്ക് ജനിക്കാനും ജീവിക്കാനുമല്ല, ഏറ്റവും മാന്യമായി ജീവിക്കാനുള്ള അവകാശം. സ്ത്രീ എന്ന് പറഞ്ഞാൽ പവിത്രയാണെന്നും ആദരണീയയാണെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. ഉമ്മയാണ്, അമ്മയാണ് സ്ത്രീ, അമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞു. സ്ത്രീകളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും മാന്യൻ എന്ന് പറഞ്ഞു. അവരുടെ അവകാശങ്ങൾ അവർക്ക് വകവെച്ചു കൊടുത്തു. ഒരാൾക്ക് 3 പെൺകുട്ടികളുണ്ടായിട്ട് ആ പെൺകുട്ടികളെ ഒരാൾ വിദ്യാഭ്യാസം ചെയ്ത് അവർക്ക് നൽകി നല്ല രൂപത്തിൽ അവരെ കെട്ടിച്ചയച്ചാൽ അയാൾക്ക് സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞു. എത്രയോ വചനങ്ങളിലൂടെ, അല്ലെങ്കിൽ എത്രയോ അധ്യാപനങ്ങളിലൂടെ, എത്രയോ പ്രഖ്യാപനങ്ങളിലൂടെ അവഗണിക്കപ്പെട്ടിരുന്ന, അടിച്ചമർത്തപ്പെട്ടിരുന്ന, പീഡിപ്പിക്കപ്പെട്ടിരുന്ന, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്ന സ്ത്രീ സമൂഹത്തെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിക്കൊണ്ടു. ഇപ്പം നമുക്കിന്ന് അറബ് ലോകത്തൊക്കെ കാണാൻ സാധിക്കും, സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും വലിയ പവറാണ്. അവർക്ക് പുരുഷന്മാരെക്കാളും വലിയ അവകാശമാണ്, തൻ്റെ ഇടമാണ്. സ്ത്രീകൾക്കാണ് പവിത്രത. ഹുർമ എന്നാണ് പറയാ സ്ത്രീകൾക്ക് ഇവിടെ. ഹരീം എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നല്ല, പവിത്ര എന്നാണ് അർത്ഥം. സ്ത്രീകളെ ഹരീം എന്നാണ് അറബ് ലോകത്ത് വിശേഷിപ്പിക്കുക. ഈ രൂപത്തിൽ സ്ത്രീകൾക്ക് ആദരവും മാന്യതയും നൽകി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരെ പാഴ്ചേറിൽ നിന്ന്, അല്ലെങ്കിൽ അധസ്ഥിതമായ അവസ്ഥയിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഉച്ചനീചത്വങ്ങൾ സമൂഹത്തിൽ വളരെ ശക്തമായിരുന്നു. നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഗോത്രത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള എല്ലാ ഉച്ചനീചത്വങ്ങളും അവസാനിപ്പിച്ച് മനുഷ്യരെ നിങ്ങൾ ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും മക്കളാണെന്ന് പ്രഖ്യാപിച്ചു. അയ്യുഹന്നാസിന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. മനുഷ്യരെ നിങ്ങളൊരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങളൊരാണിൻ്റെയും പെണ്ണിൻ്റെയും മക്കളാണ്, ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മക്കളാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശുദ്ധ ഖുർആൻ അത് പ്രഖ്യാപിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. നിങ്ങളെല്ലാവരും ആദമിൻ്റെ മക്കളാണ്. ആദം ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അറബിക്ക് അനറബിയേക്കാൾ, വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു മഹത്വവുമില്ല. മനുഷ്യരൊക്കെയും ഒരു ചീർപ്പിൻ്റെ പല്ല് പോലെ സമന്മാരാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. കറുത്തവനും വെളുത്തവനും പ്രവാചകന്റെ സമൂഹത്തിൽ അതിൻ്റെ മാതൃക കാണിച്ചു. കറുത്തവനായ ആഫ്രിക്കക്കാരനായ ബിലാലും, ഇറ്റലിക്കാരനായ വെളുത്തവനായ സുഹൈബും, പേർഷ്യക്കാരനായ സൽമാനും,
ഖുറൈശി പ്രമാണിയായ അബൂബക്കർ, ഉമർ എല്ലാവരും ചേർന്ന ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ മനുഷ്യർ, നിറം വ്യത്യാസമില്ലാതെ, ഗോത്ര വ്യത്യാസമില്ലാതെ, ദേശവ്യത്യാസമില്ലാതെ, തൊഴിലാളി മുതലാളി അടിമ ഉടമ വ്യത്യാസമില്ലാതെ മനുഷ്യരും ഏകോദര സഹോദരങ്ങളായി ജീവിച്ച ഒരു മഹത്തായ ലോകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വേണ്ടി പടുത്തുയർത്തി. ഇന്ന് നമുക്ക് നോക്കൂ, ലോകത്ത് നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ്? ഏറ്റവും പരിഷ്കരിച്ചവരെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോലും ഇന്നും കറുത്ത വർഗ്ഗക്കാർ അവരുടെ തൊലി ഇത്തിരി ഇരുണ്ടുപോയി എന്നതിനാൽ ക്രൂരമായ അവഗണനയ്ക്ക് വിധേയരാവുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ നടുറോട്ടിൽ ക്രൂരമായി പോലീസുകാർ കാലിൽ കഴുത്തിൽ മുട്ടമർത്തി 8-9 മിനിറ്റ് നേരെ ശ്വാസം പിടിച്ച് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക, ഒരുപാട് ക്യാമറകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ലോകത്തിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായി കൊന്നു. ഒരു കുറ്റം ചെയ്യാത്ത മനുഷ്യനെ, അദ്ദേഹം കറുത്തവനായിരുന്നു എന്നുള്ളതാണ് കറുത്തവരോട് കാണിക്കുന്ന ക്രൂരത. അമേരിക്കയിൽ വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി, അവരുടെ വിമോചനത്തിന് വേണ്ടി പോരാടിയ വലിയ നേതാക്കന്മാർ അമേരിക്കയിലുണ്ടായിരുന്നു. മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലുള്ള ആളുകൾ. ഐ ഹാവ് എ ഡ്രീം എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ്. എനിക്കൊരു സ്വപ്നമുണ്ട്. എന്താണ് സ്വപ്നം? അമേരിക്കൻ പ്രസിഡന്റാകുന്ന സ്വപ്നമൊന്നുമല്ല, ലോകത്തെ നയിക്കുന്ന ഭരിക്കുന്ന സ്വപ്നമൊന്നുമല്ല. അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വപ്നം നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെടും. കറുത്തവൻ്റെ കുട്ടിയും വെളുത്തവൻ്റെ കുട്ടിയും, കറുത്തവരും വെളുത്തവരുമായ കുട്ടികൾ ഒരു സ്കൂളിൽ ഒന്നിച്ചു പഠിക്കുന്ന ഒരു ലോകം, അതാണ് എൻ്റെ സ്വപ്നം. നോക്കൂ, വെളുത്തവനും കറുത്തവനും ഒരു റെസ്റ്റോറൻറ്റിൽ, ഒരു ഹോട്ടലിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ലോകം, അതാണ് എൻ്റെ സ്വപ്നം. എത്ര ബാലിശമായ കാര്യങ്ങളാണ്! എന്താണ് അവിടെ നടന്നത്? അവനോട് വെള്ളക്കാരൻ കാണിച്ച ക്രൂരത. പക്ഷെ ഇന്നും അതിനറുതി വന്നിട്ടില്ല. ആ വെള്ള മേൽക്കോയ്മ, വംശവെറി, വർണ്ണവെറി ഇന്നും അമേരിക്കയിൽ ശക്തമായി നിലനിൽക്കുന്നു. അതിനൊക്കെയും സപ്പോർട്ട് ചെയ്യുന്ന, അതിനൊക്കെയും പരിപാലിക്കുന്ന, നിലനിർത്തുന്ന, അതിനുവേണ്ടി വാദിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസിഡന്റാണ് അമേരിക്കക്കുള്ളത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തേക്ക് നോക്കൂ, 100,000 ജാതികളും ഉപജാതികളുമായിട്ട് മനുഷ്യരെ തിരിച്ചിരിക്കുകയാണ്. കൃമികീടങ്ങളുടെ വില പോലുമില്ലാതെ, പട്ടിക്കും പൂച്ചക്കുമുള്ള അവകാശങ്ങൾ പോലുമില്ലാത്ത ദലിത്, ആദിവാസി, പിന്നോക്ക വിഭാഗക്കാർ, തൊടാനും തീണ്ടാനും പാടില്ലാത്തവർ, ആ ജാതി വ്യവസ്ഥയെ, വർണ്ണാശ്രമധർമ്മത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള, സവർണാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് വീണ്ടും ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഒരു ദലിത് പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട്, നട്ടെല്ലൊടിച്ച്, കഴുത്തറുത്ത്, നാക്ക് മുറിച്ച് ക്രൂരമായി കൊല്ലപ്പെട്ട കഥ നമ്മളിപ്പോൾ ഈയിടെ വായിച്ചതേ ഉള്ളൂ. രായ്ക്കുരാമാനം ചുട്ടരിച്ച കഥ നമ്മൾ വായിച്ചതേ ഉള്ളൂ, കണ്ടതേ ഉള്ളൂ. അതുപോലുള്ള 100 സംഭവങ്ങൾ. കുടിലുകൾ ക്രൂരമായി ചുട്ടരിക്കപ്പെടുന്ന മനുഷ്യരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവർ ജാതി താഴ്ന്നുപോയി. എന്താണ് ഈ ജാതി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എന്താണ് നിറം എന്ന് പറയുന്നത്? മനുഷ്യർ പല വിഭാഗത്തിലും, പല ഗോത്രത്തിലും, പല ദേശത്തിലും, പല ഭാഷയിലും ഒക്കെയാണ് മനുഷ്യരുണ്ടാവുക. എല്ലാവരും ദൈവത്തിൽ നിന്നാണ്. എല്ലാവരും ദൈവം തമ്പുരാന്റെ സൃഷ്ടികളാണ്. എല്ലാവരും ദൈവികമായ ചൈതന്യം ശരീരത്തിൽ ഊതപ്പെട്ട ആ ജീവചൈതന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ്. എല്ലാ മനുഷ്യരും ഒന്നാണ്. മനുഷ്യരെന്ന നിലക്ക് മനുഷ്യരൊരു വർഗമാണ്, ഒരു വിഭാഗമാണ്. പക്ഷേ ഇത് ഉൾക്കൊള്ളാൻ ഇന്നത്തെ പരിഷ്കൃത ലോകത്തിന് പോലും സാധിച്ചിട്ടില്ല എന്നല്ല, ആ പ്രാകൃതമായ സംസ്കാരത്തിലേക്കും യുഗത്തിലേക്കും തിരിച്ചു പോകാനുള്ള നിന്ദ്യമായ ശ്രമങ്ങളാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സന്ദർഭത്തിൽ ആ 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ തിരുമേനി, മനുഷ്യരെ, നിങ്ങളൊരാണിൻ്റെയും പെണ്ണിൻ്റെയും മക്കളാണെന്നും, നിങ്ങളുടെ പിതാവ് ഒരുവനാണെന്നും, നിങ്ങളുടെ രക്ഷിതാവ് ഒരുവനാണെന്നും, നിങ്ങളെല്ലാം ഈ മണ്ണിൽ നിന്നാണെന്നും, നിങ്ങൾ ആദാമിൻ്റെ മക്കളെന്ന നിലക്ക്, മനുഷ്യരെന്ന നിലക്ക് തുല്യരാണെന്നും പ്രഖ്യാപിച്ച ആ വിമോചനത്തിൻ്റെ മന്ത്രം, ആ പ്രഖ്യാപനം ഉണ്ടല്ലോ, ആ പ്രഖ്യാപനം ഇന്ന് ലോകം തേടുന്ന പ്രഖ്യാപനം. ഞാൻ പറഞ്ഞത്, പ്രവാചകൻ തിരുമേനി മനുഷ്യരെ ബൗദ്ധികമായ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിമോചിപ്പിച്ചു. അടിമത്തത്തിൽ നിന്ന്, ചൂഷണത്തിൽ നിന്ന്, പട്ടിണിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, ഇങ്ങനെ മനുഷ്യനകപ്പെട്ടിരിക്കുന്ന, ഖുർആനിൽ പറഞ്ഞതുപോലെ അവൻ്റെ തലയിലിരിക്കുന്ന കെട്ടിവെച്ച ഭാരങ്ങളെ മുഴുവൻ ഇറക്കി വെച്ച് അവനെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറിച്ച് എറിഞ്ഞു മനുഷ്യർക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം പ്രദാനം ചെയ്തു. അതാണ് പ്രവാചകന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ആ പ്രവാചകൻ ലോകത്തിനാകമാനം അനുഗ്രഹമായി വന്ന പ്രവാചകനാണ്. സാധാരണഗതിയിൽ മുസ്ലിങ്ങളുടെ പ്രവാചകൻ എന്നാ പറയുക, പക്ഷെ മുസ്ലിങ്ങളുടെ പ്രവാചകനല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, പ്രവാചകർ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടാണ് താങ്കൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിന് മുഴുവനും
കാരുണ്യമായിട്ടാണ് താങ്കൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പം ഞാനീ പറഞ്ഞ ഈ വിമോചനം ഇത് ആർക്കാണ് ഇത് സാധ്യമാവാത്തത്, അല്ലെങ്കിൽ ആർക്കാണ് ഇത് ഗുണം ചെയ്യാത്തത്? ഈ വിമോചനത്തിൻ്റെ സന്ദേശം ആർക്കാണ് ഉപകരിക്കാത്തത്? പ്രിയമുള്ളവരെ, അത് ലോകം മനസ്സിലാക്കണം, അല്ലെങ്കിൽ ലോകത്തിന് അത് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം എന്നാണ് ഇത്തരുണത്തിൽ നമുക്ക് പറയാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി അലിവിൻ്റെ, കനിവിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ പ്രവാചകനായിരുന്നു. വിനയാന്വിതനായ പ്രവാചകനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവശീലങ്ങളെ സംബന്ധിച്ച്, വിനയത്തെ സംബന്ധിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളിമയെ സംബന്ധിച്ച്, ലാളിത്യത്തെ സംബന്ധിച്ച് ധാരാളമായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ഇങ്ങേയറ്റം വിനയാന്വിതനായിട്ട് ജീവിച്ചു. പാവപ്പെട്ട മനുഷ്യരിൽ ഒരാളായിട്ട് ജീവിച്ചു. പടച്ചവനെ പാവപ്പെട്ടവനായി, തമ്പുരാനെ പാവപ്പെട്ടവനായി ജീവിച്ച് പാവപ്പെട്ടവനായി മരിപ്പിക്കണേ, അന്ത്യനാളിൽ പാവങ്ങളുടെ കൂടെ എന്ന് എഴുന്നേൽപ്പിക്കണേ, ഉയർത്തെഴുന്നേൽപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ചു. ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായിട്ട് പോലും സാധാരണ ഒരു വിരിപ്പിൽ പോലും കിടന്നുറങ്ങാതെ ഈത്തപ്പനയുടെ ഓലമിടഞ്ഞ പായയിലാണ് പ്രവാചകൻ കിടന്നുറങ്ങിയത്. ശരീരത്തിൽ പാടുകൾ വന്നപ്പോൾ പ്രിയപ്പെട്ട അനുയായികൾ ചോദിച്ചു, പ്രവാചകരെ ഞങ്ങളൊരു വിരിപ്പ് തരട്ടെയോ, അതിൽ കിടന്നുറങ്ങണം. ഇവിടെ വലിയ രാജാക്കന്മാരൊക്കെ അങ്ങനെയാണ്. കിസ്റ, കൈസർ പോലുള്ള, സീസറും അതുപോലെ തന്നെ മറ്റ് സാമ്രാജ്യ ശക്തികളും രാജാക്കന്മാരൊക്കെ അങ്ങനെയാണ്. അങ്ങയും ഒരു രാജ്യം ഭരിക്കുന്ന ഒരു രാജ്യ സമൂഹത്തിൻ്റെ നേതാവാണ്. ഒരു വിരിപ്പിൽ അങ്ങ് കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ഭൗതികതയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഈ ഭൗതികമായ കാര്യങ്ങളിലൊന്നും എൻ്റെ ആഗ്രഹം അതിലൊന്നുമല്ല, ഞാനത് ശ്രദ്ധിക്കുന്നില്ല, ഞാൻ പരലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നവർ. അങ്ങനെ ഒരു വിരിപ്പിൽ പോലും മാന്യമായി കിടന്നുറങ്ങാതെ, ഒരിക്കൽ പോലും വയറ് നിറച്ചുകൊണ്ടിട്ടില്ല എന്ന്, പല ദിവസങ്ങളിൽ പട്ടിണി കിടന്നിട്ടുണ്ട്. മരിക്കുമ്പോൾ തൻ്റെ പടയങ്കി ഒരു ജൂതൻ്റെ കയ്യിൽ പണയം വെച്ചിട്ട് കടക്കാരനായിട്ടാണ് മരിച്ചത് എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ലളിതമായി ജീവിച്ചു, വിനയാന്വിതനായി ജീവിച്ചു. ആരെ കണ്ടാലും പുഞ്ചിരിച്ച്, അവരുടെ കൈപിടിച്ച്, അവരോട് സലാം പറഞ്ഞ്, കുശലാന്വേഷണം നടത്തി, മനുഷ്യരെ മുഴുവനും ചേർത്ത് പിടിച്ച്, ഓരോരുത്തരെയും പ്രത്യേകം പരിഗണിച്ചു. പ്രവാചകൻ തിരുമേനിക്ക് എന്നോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് ഓരോരുത്തർക്കും തോന്നുമാർ ഓരോരുത്തരോടും ഏറ്റവും നല്ല രൂപത്തിൽ ബന്ധം പുലർത്തി. ആ വിനയത്തിൻ്റെ, ലാളിത്യത്തിൻ്റെ പ്രവാചകൻ, ആ പ്രവാചകനെ ലോകം തിരിച്ചറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരുണ്യത്തെക്കുറിച്ച് പ്രവാചകൻ ഏറെ സംസാരിച്ചു, സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചു, സാഹോദര്യത്തെക്കുറിച്ച് സംസാരിച്ചു. കാരുണ്യം, ദൈവം തമ്പുരാൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞു. കാരുണ്യം എന്ന വികാരം ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ട് അതിനെ 100 പകുത്ത് അതിൽ 1% ഒരു ഭാഗമാണ് ലോകത്തുള്ള മുഴുവൻ ജന്തുജീവജാലങ്ങൾക്കും നൽകിയത്. ഒരു തള്ളമൃഗം അതിൻ്റെ കാലിൻ്റെ അടിയിൽ അതിൻ്റെ കുഞ്ഞു വന്നാൽ കാല് പൊക്കി പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ കുളമ്പ് അതിൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ തട്ടാതിരിക്കാനാണ്. ആ തള്ളമൃഗത്തിന് അതിൻ്റെ കുട്ടിയോടുള്ള കാരുണ്യമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇത് ഏത് കാരുണ്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് ദൈവം തമ്പുരാൻ കാരുണ്യമെന്ന വികാരം സൃഷ്ടിച്ച് അതിൽ 100 പകുത്ത് അതിൽ നിന്ന് 1% ഒരു ഭാഗം മാത്രം ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കിടയിൽ വീതിച്ചതാണ്. അതിൻ്റെ ഒരു അംശമാണ് ആ മൃഗത്തിന് കിട്ടിയത്. എന്തിനാണ് ഇത് പറഞ്ഞത്? അപ്പോൾ കാരുണ്യം എന്ന വികാരത്തെ 99% സ്വന്തമാക്കി വെച്ച ദൈവം തമ്പുരാൻ്റെ, അള്ളാഹുവിൻ്റെ കാരുണ്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എന്നാണ് ചോദ്യം. ആ ദൈവം തമ്പുരാൻ ഇത്രയും വലിയ കാരുണ്യവാനാണെങ്കിൽ, ആ കാരുണ്യവാനായ ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. ഇർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത്. കാരുണ്യത്തെക്കുറിച്ച് ധാരാളമായിട്ട് സംസാരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതീർണമായ വിശുദ്ധ ഖുർആൻ കരുണാവാരിധിയും കരുണാനിധിയുമായ, കാരുണ്യവാനും കരുണാനിധിയുമായ ദൈവം തമ്പുരാൻ്റെ നാമത്തിൽ എന്നാണ് തുടങ്ങുന്നത്. ദൈവം തമ്പുരാൻ അള്ളാഹുവിന് ഖുർആനിൽ പല നാമങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നാമം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെക്കുറിച്ചാണ്, അലിവിനെ കുറിച്ചാണ്, കനിവിനെ കുറിച്ചാണ്. റഹ്മാൻ എന്നാണ് കൂടുതൽ വിശേഷണം, റഹീം എന്നാണ് കൂടുതൽ വിശേഷണം. ഇത് കാരുണ്യമാണ്, സ്നേഹമാണ്,
എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം തമ്പുരാൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സ്നേഹത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ധാരാളമായിട്ട് പറഞ്ഞു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. സ്നേഹിക്കാതെ നിങ്ങൾ വിശ്വാസികളാവൂല. വിശ്വാസികളാവാതെ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അറബി ടെക്സ്റ്റുകളൊക്കെ ഞാൻ സമയദൈർഘ്യം എന്നിട്ട് ഒഴിവാക്കുകയാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം, അന്യോന്യം സമ്മാനങ്ങൾ കൊടുക്കണം, അപ്പം നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകുമെന്ന് പറഞ്ഞു. സ്നേഹത്തിൻ്റെ വില, പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പ്രവാചകൻ തിരുമേനി ഏറെ സംസാരിച്ചു. കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞു, സാഹോദര്യത്തെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളെല്ലാവരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണെന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതുകൊണ്ട് നിങ്ങൾ സഹോദരന്മാരാണെന്ന് പറഞ്ഞു. തൻ്റെ സഹോദരന് തനിക്ക് ഇഷ്ടപ്പെടുന്നത്, തനിക്ക് ആഗ്രഹിക്കുന്നത് തൻ്റെ സഹോദരനും ആഗ്രഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവില്ലെന്ന് പറഞ്ഞു. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. തനിക്ക് താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളാരും വിശ്വാസികളാവുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞു, സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു, മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. മനുഷ്യരാരായിരുന്നാലും ശരി, അവരുടെ വിശ്വാസവും ആദർശവും ഒക്കെ എന്തായിരുന്നാലും മനുഷ്യരെന്ന നിലക്ക് അവൻ ആദരവും പവിത്രതയും ഉണ്ടെന്ന് പറഞ്ഞു. മനുഷ്യനെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടാൽ വിശ്വാസിയാവില്ലെന്ന് പറഞ്ഞു. അത് മുസ്ലിമായ അയൽവാസി എന്ന് പറഞ്ഞില്ല. ഏറ്റവും നല്ല കർമ്മം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണം കൊടുക്കലാണ്, വിശക്കുന്നവന് ആഹാരം കൊടുക്കലാണെന്ന് പറഞ്ഞു. അത് മുസ്ലിമായ വിശക്കുന്നവനെന്ന് പറഞ്ഞില്ല. ഏറ്റവും നല്ല ദാനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ജലദാനം, വെള്ളം കുടിക്കാൻ കൊടുക്കലാണെന്ന് പറഞ്ഞു. അത് മുസ്ലിമായ ആൾക്ക് ദാഹിച്ചാൽ കൊടുക്കണമെന്ന് പറഞ്ഞില്ല. അത് മനുഷ്യരെ കുറിച്ചാണ് പറഞ്ഞത്. ഒരിക്കലും ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ, പ്രവാചകൻ അനുയായികളോടൊത്ത് ഇരിക്കുമ്പോൾ ഒരു ശവമഞ്ചം ചുമന്നുകൊണ്ട് ആളുകൾ പോകുന്നത് കണ്ടു. പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു ബഹുമാനിക്കാൻ. ഒരു മനുഷ്യൻ്റെ മൃതദേഹം കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നാൽ ആദരിച്ചു. അപ്പോൾ ആളുകൾ ആരോ പറഞ്ഞു, പ്രവാചകനെ അതൊരു ജൂതൻ്റെ മയ്യത്താണ്. ജൂതന്മാർ പ്രവാചകനോട് വലിയ ശത്രുതയുള്ളവരാണെന്നും കൂടി മനസ്സിലാക്കണം. പ്രവാചകൻ പറഞ്ഞു, അറിയാം, പക്ഷെ അതൊരു മനുഷ്യൻ്റെ ശവമാണ്, മയ്യത്താണ്, മൃതദേഹമാണ്. ആ മനുഷ്യനെ പ്രവാചകൻ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എഴുന്നേറ്റ് നിന്നു നമുക്കറിയാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും, പറയാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകൻ്റെ സ്നേഹത്തെക്കുറിച്ച്, കാരുണ്യത്തെക്കുറിച്ച്, പ്രവാചകൻ്റെ ലാളിത്യത്തെക്കുറിച്ച്, പ്രവാചകൻ്റെ സാഹോദര്യ സന്ദേശത്തെക്കുറിച്ച്, ഇതൊക്കെയും ഇന്ന് ലോകം തേടുന്ന, ലോകത്തിനാവശ്യമുള്ള ഏറ്റവും പ്രസക്തമായ കാര്യങ്ങളാണ്. അങ്ങനെയുള്ളൊരു പ്രവാചകനെയാണ് നമ്മളിന്ന് സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സ്മരണ കേവലമായ സ്മരണയിൽ ഒതുങ്ങാൻ പാടില്ല. അല്ലെങ്കിൽ ഈ പ്രവാചകനോടുള്ള സ്നേഹം കേവലമായ നമ്മളുടെ ആഘോഷങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ വർത്തമാനങ്ങളിൽ, നമ്മുടെ പ്രഭാഷണങ്ങളിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. ഈ പ്രവാചകൻ ആരായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഈ രക്ഷകനായ, ഈ വിമോചകനായ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ലാളിത്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഈ പ്രവാചകനെ നമ്മുടെ രക്ഷകനും വിമോചകനുമായി കണ്ട് ആ പ്രവാചകൻ്റെ പാത, അതാണ് ഞങ്ങളുടെ ജീവിതപാത എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിച്ചാൽ, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ മാർഗം, മന്ത്രം എന്ന് പറയുന്നത്. പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുന്നു. ജീവിതത്തിൽ മറ്റാരെക്കാളും നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നു. മാതാപിതാക്കളെക്കാളും നമുക്ക് പ്രിയപ്പെട്ട ആരെക്കാളും പ്രവാചകനാണ് നമുക്ക് പ്രിയപ്പെട്ടവൻ. പക്ഷേ ആ പ്രവാചകനോടുള്ള സ്നേഹം എങ്ങനെയാണ്? അത് കേവലം അധര വ്യായാമമല്ല, കേവലം പ്രകടനങ്ങളല്ല, മറിച്ച് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ജീവിതപാത, മാർഗം, ആ മാർഗം പിൻപറ്റി, ആ പ്രവാചകൻ്റെ ചര്യ പിൻപറ്റി, ആ പ്രവാചകൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുക എന്നതാണ് പ്രവാചകനെ സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. പ്രവാചകൻ കൊണ്ടുവന്നതെന്തോ, കാണിച്ചതെന്തോ, അത് അക്ഷരാർത്ഥത്തിൽ വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ പിൻപറ്റുമ്പോൾ നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നവരായിട്ട് മാറുന്നു. അങ്ങനെ ആ പ്രവാചകനെ സ്നേഹിക്കാനും, പ്രവാചക സന്ദേശം ഉൾക്കൊള്ളാനും, ജീവിതത്തിൽ പകർത്താനും, അതിൻ്റെ ഒരു സാക്ഷിയായി, ജീവിക്കുന്ന സാക്ഷിയായി, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമൂഹത്തിൽ ആ സന്ദേശം പ്രചരിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന, സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന അതിൻ്റെ വക്താക്കളായി, അതിൻ്റെ പ്രചാരകരായി, അതിൻ്റെ പ്രബോധകരായിട്ട് മാറാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാവുമ്പോഴാണ് പ്രവാചകനെ സ്നേഹിച്ചവരായിട്ട് നമ്മൾ മാറുക. അതാണ് നമ്മുടെ ദീൻ, നമ്മുടെ ആദർശം, വിശുദ്ധ ഖുർആനും സുന്നത്തും നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, നമ്മോട് തേടുന്നത് എന്ന് മനസ്സിലാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കാനും അതിൻ്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്.
ഇത്രയും വാക്കുകൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ത്യപ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജീവിതത്തിലുടനീളം ആ പ്രവാചകൻ്റെ സന്ദേശം മുറുകെ പിടിക്കാനും പ്രവാചകനെ സ്നേഹിക്കാനും തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.